ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായി നമ്മൾ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റിനെ പ്രധാനമായിട്ടും രണ്ട് തലങ്ങളിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒന്ന് ഫോണ്ട് ലെവലിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് നോർമൽ ടെക്സ്റ്റ് ലെവലിൽ, രണ്ട് എന്താ പറയുക പാരഗ്രാഫ് ലെവലിൽ. കുറച്ചുകൂടി ബ്രേക്ക് ഡൗൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് ഒരു ക്യാരക്ടർ, ഫസ്റ്റ് വരുന്നത് ഒരക്ഷരം ക്യാരക്ടർ, ഓക്കെ. രണ്ട് വരുന്നത് ഒരു വേർഡ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ലൈനാണ് വരുന്നത്. പിന്നെ വരുന്നത് സെൻറ്റൻസ് ദെൻ പാരഗ്രാഫ്, ദെൻ വരുന്നത് പേജ്, ദെൻ സെക്ഷൻ, ദെൻ ഡോക്യുമെൻറ്റ്. ഇതാണ് അതിൻ്റെ ലെയറുകൾ. ഇത് ഒരു ക്യാരക്ടറാണ് ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്, ഒരു ക്യാരക്ടറാണ്. ദെൻ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് സ്പേസ് ബാർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവുന്ന ഒരു സംവിധാനമാണ് ഒരു വേർഡ് എന്ന് പറയുന്നത്. ഒരു വേർഡ് ആകുമ്പോൾ അത് ചിലപ്പോൾ ഒരു അക്ഷരമാവാം, ചിലപ്പോൾ ഒരുപാട് അക്ഷരങ്ങളാവാം. അത് ഇറ്റ് ഡിപ്പെൻഡ്സ്. വെൽ, പറഞ്ഞു വരുന്നത് ഒരു വേർഡ് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ഒരു സ്പേസ് ബാർ ഉണ്ടാവും. ഒരു ലൈൻ ഓഫ് ടെക്സ്റ്റ് തീർച്ചയായിട്ടും നമുക്കറിയാം ലെഫ്റ്റ് മാർജിൻ മുതൽ റൈറ്റ് മാർജിൻ വരെയുള്ള ഒരുപാട് വാക്കുകളുടെ അല്ലെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. അതൊരു യൂണിറ്റാണ്. ഇനി ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അഗെയിൻ. ഒരുപാട് ലൈൻ ഉണ്ടാവും ചിലപ്പോൾ ഒരു സെൻറ്റൻസിൽ, ചിലപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരു വരി തന്നെ പകുതി ഉണ്ടാവുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ്, അത് ആശ്രയിച്ചിരിക്കും. സെൻറ്റൻസ് പറഞ്ഞാൽ ഒരു വലിയ അക്ഷരം കൊണ്ട് തുടങ്ങുകയും ഒരു ഫുൾ സ്റ്റോപ്പ് കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഭാഗത്തിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു പാരഗ്രാഫ്? തീർച്ചയായിട്ടും പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ എൻ്റർ കീ പ്രസ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു പാരഗ്രാഫ് അവസാനിച്ചു, മറ്റൊരു പാരഗ്രാഫ് തുടങ്ങി. വേർഡിൽ ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫായി. ചിലപ്പോൾ ഒരു അക്ഷരമായിരിക്കാം, ചിലപ്പോൾ രണ്ടക്ഷരമായിരിക്കാം, ചിലപ്പോൾ 2000 അക്ഷരമായിരിക്കാം, അല്ലെങ്കിൽ 2000 ലൈനായിരിക്കാം. എൻ്റർ പ്രസ് ചെയ്യാത്തടത്തോളം കാലം അത് ഒരു പാരഗ്രാഫിൻ്റെ ഭാഗമാണ്. എൻ്റർ പ്രസ് ചെയ്തോ ആ പാരഗ്രാഫ് മുറിഞ്ഞു, അടുത്ത പാരഗ്രാഫ്. അതാണ് പാരഗ്രാഫ് പറയും. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ പാരഗ്രാഫാണ്. അതെങ്ങനെ അറിയാം? തീർച്ചയായിട്ടും അതിനുള്ള കീബോർഡ് കമാൻഡ് Shift+Ctrl+8 ആണ്. 8. അതല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഹോം ടാബിൽ ഇവിടെ കാണുന്ന ഈ ബട്ടൺ കണ്ടോ, ഇതാണ് ബട്ടൺ. ഷോ ആൻഡ് ഹൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ എൻ്റർ കീ അടിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. നോക്കുക, ഇവിടെ ഒരു എൻ്റർ കീ ഉണ്ട്, ഇവിടെ ഒരു എൻ്റർ കീ ഉണ്ട്, ഇവിടെ എൻ്റർ കീ, ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ ഇത്രയും പാരഗ്രാഫ്സ് ആണ് ഉള്ളത്. നോക്കുക, കണ്ടോ, 1 2 3 4 5 6 7 8 9 10 എണ്ണം. 10 പാരഗ്രാഫാണ് ഉള്ളത്. നമുക്കിതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കാം, ശരിക്കും എത്രയുണ്ടെന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാനായിട്ട് കീബോർഡിൽ Shift+Ctrl+8 നമ്മൾ പഠിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഈ കാണുന്ന സ്റ്റാറ്റസ് ബാറിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നോക്കണ്ടോ, പേജ് 1 പാരഗ്രാഫ് 7 പാരഗ്രാഫാണുള്ളത്. കണ്ടോ, നമ്മൾ എത്രയുണ്ട്? 8 എന്ന് തോന്നുന്നു. നോക്കുക, 1 2 3 4 5 6 7 പാരഗ്രാഫ്സ്. ഹൗ മെനി പാരഗ്രാഫ്സ് ഏത്? പാരഗ്രാഫ് 7. ഓ മൈ ഗോഡ്. വെൽ, ഓക്കെ. നമ്മളുടെ കീബോർഡിൽ Shift+Ctrl+G പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഇവിടെ 10 പാരഗ്രാഫ്, നമ്മളുടെ ഇവിടെ എണ്ണിയ പോലെ തന്നെ 10 പാരഗ്രാഫ് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മതി. കണ്ടോ, എത്ര പാരഗ്രാഫ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് പാരഗ്രാഫ് എങ്ങനെ കാണാം, എവിടെയൊക്കെയാണ്. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാലാണ് പാരഗ്രാഫ്. പേജ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു പേജാണ്. കണ്ടോ, ഈ കാണുന്നത് ഒരു പേജാണ്. അതായത് ഇവിടെ ടോപ്പ് മാർജിൻ മുതൽ ബോട്ടം മാർജിൻ വരെയുള്ള ലൈനുകളുടെ കൂട്ടായ്മയാണ് ഒരു പേജ് എന്ന് പറയുന്നത്. സെക്ഷനെ കുറിച്ച് പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് സെക്ഷൻ. ആൻഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർ ഡോക്യുമെൻറ്റ്. സംടൈംസ് ഇറ്റ് വുഡ് ബി ഒരു പേജ് ആവാം, ചിലപ്പോൾ ഒരുപാട് പേജസ് ഉണ്ടാവാം. അപ്പോൾ അത് എൻ്റയർ യൂണിറ്റ് എന്നുള്ള നിലക്കാണ് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വേർഡിൻ്റെ ഇതിന് ഡോക്യുമെൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇറ്റ്സ് എ ഡോക്യുമെൻ്റ്. സോ ഒരു ഫയലിനകത്തുള്ള എല്ലാ കണ്ടൻറ്റിനെയും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്.